കേസ് നമ്മളങ്ങനെ ഇപ്പൊ എവിടെ അറിയാമോ, നമ്മളിപ്പോ ലണ്ടനിലെത്തി. ലണ്ടനിൽ നമ്മൾ ഏകദേശം ഒരു 11 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് എത്തി. ഇവിടെ നമ്മുടെ അവിടുത്തെ പോലെ തന്നെ കേട്ടോ, നല്ല തണുപ്പാണ്. ഇവിടെ ഏകദേശം 2 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. നമ്മൾ സ്കോട്ട്ലൻഡിൽ നിന്നിട്ട് അവിടെ ഏകദേശം 5 to 6 ഒക്കെ ആയിരുന്നു. അവിടെ നമ്മൾ ബെൽഫാസ്റ്റ് ആയിരുന്നപ്പോഴത്തേക്ക് ഏകദേശം 6 to 7 ആയിരുന്നു. പക്ഷെ അവിടേക്ക് ആൾക്കാർ പുറത്തിറങ്ങുമ്പോഴത്തേക്കും എല്ലാം ജാക്കറ്റ് ഇട്ടിട്ടാണ്. ഇവിടെ പക്ഷെ ആരും ഒരു ജാക്കറ്റ് നിൽക്കുമ്പോൾ കൂളായിട്ടൊക്കെ പോകും. പക്ഷെ നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പൊ നമുക്ക് പോകാം ഗെയ്സ്, പോകാം. അല്ല ഗൈസ്, ഇപ്പൊ ഇനി നമ്മൾ 2 ദിവസത്തേക്ക് ലണ്ടന്റെ കാഴ്ചകൾ കാണാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ലൈഫ് വിത്ത് ആൽവിൻ ആൻഡ് എൻജോയ്. ഈ 2 ദിവസം ഇവിടെ ഹോളിഡേ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് ഒരു വാക്കിങ്ങിന് പോവാണ് നമ്മുടെ ഹോട്ടലിന്റെ അടുത്തൊക്കെയുള്ള ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ട്. നമ്മള് അയർലൻഡും സ്കോട്ട്ലാൻഡ് എഡിൻബർഗൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് അവിടെ ബിൽഡിങ്ങുകളെല്ലാം ഒരു എന്താ പറയുക, പഴയ കാലത്തെ ഒരു രീതി, കല്ല് വെച്ച് നിർമ്മിച്ചത് ബിൽഡിങ്ങുകൾ. പക്ഷെ നമ്മളിവിടെ ലണ്ടനിൽ വന്നു കഴിയുമ്പോഴത്തേക്കും സെൻട്രലി ഡിഫറെന്റ്. ഇവിടെ അത്യാവശ്യം നല്ല വലിയ കെട്ടിടങ്ങളൊക്കെയാണ്. എല്ലാം ആധുനിക രീതിയിൽ പണിത കെട്ടിടങ്ങളാണ് ഇവിടെ മൊത്തം. നല്ല തണുപ്പുണ്ട്. നമുക്കപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ കാണാം. ലണ്ടന്റെ വിശേഷങ്ങളൊക്കെ കണ്ടിങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കാട്ടോ ഒരു സ്ഥലത്ത് ഇപ്പൊ കുറെ വിസ്തൃതമായ ലൈറ്റുകളൊക്കെ തൂക്കിയിട്ടുണ്ട്. നമ്മുടെ അടുത്തൊക്കെ ഇപ്പൊ പെരുന്നാൾ അല്ലെങ്കിൽ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ കൂടി നട്ടു ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. രാത്രി ഇത് കാണാൻ പറ്റുമെന്ന് പറയും. രാത്രി ഒന്ന് നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ട് സംഭവം, ലൈറ്റ് തെളിയില്ല എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇപ്പോഴാണെങ്കിലും കാണാൻ നല്ല ഭംഗിയായിട്ടത്. അല്ല, ആക്ച്വലി ഇത് തെളിഞ്ഞെന്നെയാട്ടോ നിൽക്കുന്നത്. ഓരോ ടൈമിലും കളറ് മാറുന്നുണ്ട്. ഇതിന്റെ നമ്മൾ കുറച്ചു നേരം നീ നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞങ്ങൾ വന്നപ്പോ ഒരു നീല കളറായിരുന്നു, ഇപ്പൊ റെഡായി. ടൈം എടുക്കും തോന്നുന്നു ഇത്. അതൊക്കെ ഞങ്ങൾ 2 മിനിറ്റ് നിന്ന് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ ആ ചുമപ്പ് മാറിയിട്ട് ഇപ്പൊ ബ്ലൂ ആയിക്കൊണ്ടിരിക്കുകയാണ് ലൈറ്റുകളെല്ലാം. ഇത് തെളിഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. ഇപ്പൊ എല്ലായിടത്തും ബ്ലൂ ആയി. ഇറ്റ് വാസ് വെരി നൈസ്. അറിയാം ഇവിടെ ഏതോ കെട്ടിടത്തിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്. സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വണ്ടിയിൽ ഇറക്കുന്നുണ്ട്. ആൾക്കാരെല്ലാം തിരക്കാണ്. പക്ഷെ ഇവിടെ ആരും മറ്റേ തല കെട്ടുന്ന ഗ്ലൗസ് ഒന്നും ഇടുന്നൊന്നുമില്ല. പക്ഷെ ടെമ്പറേച്ചർ 2 കാണിക്കുന്നത്. നമ്മൾ മാത്രം മൂടി പശയിൽ നടക്കുന്നുണ്ട് കേസ്. അതാ വലിയൊരു കെട്ടിടം. നമ്മൾ കുറച്ചുകൂടെ നടന്നാണ് ഇങ്ങോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്കും നല്ല വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ബൈക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മറ്റേ എഡിൻബർഗും സ്കോട്ട്ലൻഡിൽ പോയി കഴിഞ്ഞപ്പോൾ ബൈക്കുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ബൈക്കുകളും സൈക്കിളും ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട്. മതിയായ 2 കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ള ലണ്ടനിലെ സ്റ്റാറ്റ്ഫോർഡ് എന്ന് പറഞ്ഞൊരു ജംഗ്ഷനിലാട്ടോ സ്ഥലത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഈ സിഗ്നലിൻ്റെ അകത്ത് ഇതൊരു സൂപ്പർ സ്ഥാപിക്കല എന്തൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നത് മനസ്സിലായില്ല. ഇരുമ്പിലാണ് ഉണ്ടാക്കിയത്. നമ്മുടെ ഒക്കെ അടുത്ത് മറ്റേ റെയിൽവേ പാടത്തിന്റെ സ്ഥാനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വളർച്ച വെച്ചിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ്. ഗുഡ്. ഇവിടെ 2 വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ അവിടെ എന്തൊക്കെയോ കെട്ടിടങ്ങളുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ലണ്ടന്റെ വിശേഷങ്ങളൊക്കെ കണ്ടെന്ന് പോകട്ടോ. ഇവിടെയൊക്കെ ഉള്ളതുണ്ടല്ലോ. ഇതൊന്നും ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്. നമ്മുടെയൊക്കെ നാട്ടിലെ പോലെ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ബസ്സുകളൊക്കെ വന്നിട്ടുണ്ട്. ബസ് സ്റ്റോപ്പ് ഇവിടെ കേട്ടോ. മെയിനായിട്ടുള്ള ബസ്സുകളെല്ലാം വരുന്ന ഒരു സ്ഥലം ഇവിടെ. ഫ്രണ്ടിൽ എന്തൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്നാ മനസ്സിലാവുന്നില്ല. നമുക്കൊന്ന് പോയി നോക്കാം എന്താന്നുള്ളത്. നല്ല വലിയ 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 കെട്ടിടങ്ങളാണ് ലണ്ടൻ്റെ അകത്തുള്ളത്.
ഇവിടെ ഒരു കാർ പാർക്കിംഗ് കാര്യങ്ങളും ഉണ്ട്. ഇറ്റ് വാസ് വെരി നൈസ്. നല്ല നീറ്റായിട്ട് തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ ബൈക്കൊക്കെ നമുക്ക് വളരെ റയറായിട്ടാണ് കാണാൻ പറ്റുക. ഇവിടെയായിട്ട് എല്ലാ ഭാഗത്തിലേക്കുള്ള ഇവിടെയായിട്ട് നമുക്ക് ബസ് സ്റ്റോപ്പ് നമുക്ക് ബസ് കാര്യങ്ങൾ കയറി പോകുന്നതാണ്. മേജർ സ്ഥലങ്ങളിലേക്കല്ല ഇവിടുന്ന് ബസ് കിട്ടും നമുക്ക്. ഇവിടെ എല്ലാ ബസ്സുകളും ഡബിൾ ഡെക്കറാണ്. മിക്ക മോസ്റ്റ് ഓഫ് ബസ് ഡബിൾ ഡെക്കറാണ്. ട്രെയിനാണ്. ഇതാണ് നമ്മുടെ ആ സ്ഥാനം നമ്മളവിടെ വെച്ച് കണ്ടേ. ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴെല്ലാം ആ സാധനങ്ങളുണ്ട്. അവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. അവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. നല്ല കെട്ടിടങ്ങളൊക്കെ അതിമനോഹരമായ കെട്ടിടങ്ങളാണ്. ആക്ച്വലി അവിടെയാണ് നമ്മുടെ സ്റ്റാൻഫോർഡ് മെട്രോ സ്റ്റേഷൻ വരുന്നത്. അവിടെ നിന്ന് ബസ് ഇറങ്ങിയിട്ട് ആൾക്കാരെല്ലാം ഇവിടെ ബസ് കയറി പോകുന്നവരും ബസ് കയറി പോകാൻ വേണ്ടി കണക്റ്റഡ് ആകുന്നത്. അതായത് ക്യൂ ലൈൻ, എലിസബത്ത് ലൈൻ അല്ലെങ്കിൽ പർപ്പിൾ ലൈൻ ട്രെയിൻ പോകുന്ന ലൈനാണ്. അവിടെ ബസ് ഇറങ്ങിയിട്ട് എല്ലാവരും മെട്രോ ട്രെയിൻ ഇറങ്ങിയിട്ട് ആൾക്കാരെല്ലാം ഇവിടെ നിന്നാണ് ബസ് കയറി പോകുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് അടുത്ത ലൈനിലേക്ക് പോകാം. നമുക്ക് മുമ്പിൽ ഈ കാണുന്ന മനോഹരമായ കെട്ടിടമാണ് ഇവിടുത്തെ സ്റ്റാൻഫോർഡ് മജിസ്ട്രേറ്റ് ഓഫീസ്. നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ജസ്റ്റ് നല്ല തണുപ്പാണ്. അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കേസ്. ഇതാണ് കേസ്. ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ്റെ അടിയിലെ പില്ലർ നമ്മൾ ട്രെയിൻ വന്നിറങ്ങി. അതായത് സ്റ്റാൻഫോർഡിൽ നിന്ന് നമ്മൾ നേരെ ട്രെയിൻ എടുത്തിട്ട് പോകുന്നു. സ്റ്റോപ്പിന്റെ പേര് ഞാൻ വിട്ടുപോയിട്ടോ. ഞാൻ മേടിച്ച് ചെല്ലുമ്പോഴത്തെ ഇതിൽ ഫാക്ടറി എഴുതി വെച്ചേക്കാം ഈ സ്റ്റോപ്പിന്റെ പേരെന്താന്ന് പറയുന്നത്. നാളെയുടെ ആരെങ്കിലും വരികയാണ് ട്രെയിൻ. ഇവിടെ എങ്ങനെ കേട്ടോ, നമ്മൾ എസ്കലേറ്ററിൽ പോകുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ നിൽക്കണം. കാരണം ആർക്കെങ്കിലും ധൃതിക്ക് പോകണമെങ്കിൽ അവർ ലെഫ്റ്റ് സൈഡിൽ കൂടെ പെട്ടെന്ന് കയറി പോകും. വർത്താനൊക്കെ പറഞ്ഞ് പോകുമ്പോഴത്തേക്കും സൂക്ഷിക്കുക. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്യണം, അല്ല റൈറ്റ് സൈഡ് കീപ്പ് ചെയ്യണം. ഇപ്പൊ നമ്മളൊരു ഫ്ലോർ കയറി. ഇതിന്റെ മണ്ടയിലല്ലേ ഇതുപോലെ ഇതിന്റെ ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മള് സ്റ്റാൻഡ് റൈറ്റ് സൈഡിൽ നിൽക്കണം. കാരണം ലെഫ്റ്റ് സൈഡിൽ കൂടെ ആർക്കെങ്കിലും സ്പീഡിൽ കയറി പോകണമെങ്കിൽ അവർക്ക് കയറി പോകാൻ വേണ്ടിയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ സ്ഥലം. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ മോനെ. കണ്ണിനെ പേടിയാകുന്നുണ്ട് നമുക്ക്. തഴങ്ങനെ പോരി പോകുന്നുണ്ട്. ശിവന്മാര് പണി തോന്നുന്നു നമ്മുടെ ഇതുവരെ നാട്ടിലുള്ളൊന്നും പൊളിഞ്ഞിട്ടുമില്ല, പോന്നിട്ടുമില്ല. അതുകൊണ്ട് പേടിക്കണ്ട. നമ്മളങ്ങനെ വെസ്റ്റ്മിൻസ്റ്റർ കഴിഞ്ഞ് ഇറങ്ങി. ഹായ്, നമ്മളൊരു വ്യൂ കാട്ടി തരാം കേട്ടോ അതിന്റെ. ഓ മാൻ, ഇത് കണ്ടോ ഗൈസ്? ഇതിന്റെ ഭംഗി കണ്ടാണല്ലോ. നമുക്ക് വീഡിയോ കാണുമ്പോൾ എന്തോരത്തോളം ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ. ഇതിനകത്തെ മേളിലുള്ള ഓരോ ഇതുണ്ടല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, സ്വർണത്തിലാണ് പണിത് വെച്ചേക്കുന്നത്. ദിസ് ഈസ് സോ സൂപ്പർ. നമ്മളങ്ങനെ കെട്ടിടത്തിലെ ഫോട്ടോ എടുത്തോണ്ടിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ സിറ്റി ഓഫ് വെസ്റ്റ്മിൻസ്റ്റർ വന്നു. ഇതാണ് ഇതിന്റെ വ്യൂവും കാര്യങ്ങളും. ആയി സമ്മ വ്യൂ. നമ്മ പറഞ്ഞ ബെൻ കൊട്ടാരം. ആയി എന്താ ഭംഗി എന്നറിയാമോ? ഫോണിൽ കാണുമ്പോൾ അത്രയും കേട്ടില്ലായിരിക്കും, ബട്ട് നേരിട്ട് നിന്ന് കാണണം പ്ലീസ്. ദിസ് ഈസ് എ സ്റ്റാച്യു ഓഫ് തോമസ്. താഴെക്കുള്ള കച്ചവടക്കാരൊക്കെ കേട്ടോ. അതിന്റെ പുറക്കിലായിട്ട് നമുക്ക് ലണ്ടൻ വീല് കാണാൻ പറ്റും. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇതാണ് നമ്മുടെ സർ തോമസിന്റെ സ്റ്റാച്യു.
നമ്മളങ്ങനെ വെസ്റ്റ് മിൻസ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു വ്യൂ ഉണ്ട് മോനെ. ഈ വീൽസിന്റെ ഇത് എന്താ ഭംഗി അറിയാം. ആ കാണുന്നതാണ് നമ്മുടെ വീൽസ്. താഴെ തന്നെ ഫെറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സിറ്റി റൈഡ്, സിറ്റി ക്രൂസ്. ഇത് കയറി കഴിഞ്ഞാൽ നമ്മൾ സിറ്റി യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതിനകത്തുള്ള മെയിൻ കാര്യങ്ങളൊക്കെ കാണാനൊക്കെ പറ്റുന്നത്. ഹലോ ഗേസ്, ഇതാണ് നമ്മുടെ ലണ്ടൻ വീൽസ്. നമുക്ക് അങ്ങോട്ട് കയറി പോകാനുള്ള പാസ് കിട്ടിയിട്ടില്ല. ബിക്കോസ് നമുക്കവിടെ പോയാലും പാസ് ഏകദേശം 30 രൂപയാണ്, 30 പൗണ്ടാണ് പാസ് വരുന്നത്. ഏകദേശം നമ്മുടെ നാട്ടിലൊരു 3000 രൂപ വരും. പക്ഷെ ഇതിന്റെ കൺസേൺ തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ തന്നെ ഇരുട്ടി തുടങ്ങി. നമുക്ക് അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഒന്നും പോയി കാണാൻ പറ്റില്ല. കാരണം നമ്മൾ ഓൾറെഡി ഇവിടെ എത്തിയപ്പോൾ 1 മണി കഴിഞ്ഞു, അല്ല 12 മണി കഴിഞ്ഞു. ഇന്ന് റെഡി ആയിട്ടൊക്കെ വന്നപ്പോൾ 1 മണി കഴിഞ്ഞു. ഈ പാലത്തിലൊക്കെ നേരെ ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ ക്രൂസ് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ടിക്കറ്റ് എങ്ങനെ എടുക്കണമെന്ന് അറിയില്ല. ബട്ട് ഇറ്റ്സ് സോ ഗുഡ്. സോ ഇങ്ങോട്ട് പാലമൊക്കെ കയറി പാലത്തിൽ വന്ന് നിൽക്കും കേട്ടോ. പാലത്തിൽ നിന്നിട്ടുള്ള അതിന്റെ വ്യൂ ഉണ്ടല്ലോ, വളരെ മനോഹരമാണ് കേസ്. രക്ഷയില്ല. പാലത്തിലുള്ള തൂണുകളും കാറ്റുകളൊക്കെ കാണാനും അതിലും അടിപൊളി. വീട്ടിൽ കാണാനുണ്ടല്ലോ നമ്മളങ്ങനെ പാലമൊക്കെ കയറി ഇപ്പുറത്തേക്ക് എത്തിട്ടോ. ഇപ്പുറം എത്തിയപ്പോഴത്തേക്കും ഒരു സിംഹത്തിന്റെ രൂപമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതിന്റെ അവിടെ നിന്നാണ് നമ്മുടെ വീലിനെ അങ്ങോട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ ലണ്ടൻ വീൽ ഗേസ്. നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഗേസ്, നമ്മളങ്ങനെ നടന്നതിന്റെ വീലിന്റെ അടിയിലെത്തി കേട്ടോ. ഇതാണ് വീല്, വീൽസ്. പയ്യെ പയ്യെ അത് മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അകലേക്കൊന്നും അത് അനങ്ങുന്നില്ലാന്ന് തോന്നുന്നു. പക്ഷെ പയ്യെ അത് കറങ്ങുന്നുണ്ട്. ഭയങ്കര വലിയ സാധനമായിട്ടത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇതിന് മനോഹരമായ ഒരു വ്യൂ കാട്ടി തരാമേ. ഇതാണ് ഇതിന്റെ കയറി പോകുന്ന ഭാഗം. ഇനി അപ്പുറം നമ്മുടെ ഇതിന്റെ സീനുണ്ടോ, ഒരു രക്ഷയില്ല. പൊളി. ഞങ്ങളങ്ങനെ ലണ്ടൻ വ്യൂ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇതിന്റെ തൊട്ടിപ്പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, ഇവിടുത്തെ വ്യൂ ഉണ്ടല്ലോ ഗേസ്, ഒരു രക്ഷയില്ല കേട്ടോ. ആ കാണുന്നതാണ് ലണ്ടൻ ബ്രിഡ്ജ്. അവിടുന്ന് കണ്ട് നമ്മുടെ ബിഗ് ബിൻ ഉണ്ടല്ലോ, അതിന്റെ ഒരു വ്യൂ ഉണ്ട്. എന്താ സെറ്റാട്ടോ, ഒരു രക്ഷയില്ല. അതിന്റെ ഭംഗി നമ്മൾ എത്രത്തോളം കണ്ടിരുന്നാലും നമുക്ക് മടുപ്പ് വരില്ല. സോ സൂപ്പർ. നമുക്ക് നമ്മുടെ ബിഗ് ബെൻ കൊട്ടാരത്തിന് ഇപ്പുറ സൈഡിന്റെ വ്യൂ കിട്ടുന്നേ. എന്താ ഭംഗി അറിയാം. ഇവിടെ മലക്കൊമ്പോൾ കാരണം നമുക്ക് ഇതിന്റെ വ്യൂ കിട്ടുന്നുണ്ട്. പക്ഷെ നല്ല അടിപൊളി കേട്ടോ. കുറെ സെക്യൂരിറ്റീസും കാര്യങ്ങളുണ്ട്, കുറെ പേര് ഡ്യൂട്ടി ഒക്കെ ചെയ്തിട്ട് പോകുന്നുണ്ട്. സംഭവം വളരെ സെറ്റ്. കണ്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നു, അവിടെ പോകാനേ തോന്നില്ല. അല്ല കേസ്, നമ്മളങ്ങനെ നടന്ന് ബിഗ് ബെന്നിന്റെ ഇപ്പുറ സൈഡ് വന്നു കേട്ടോ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ബിഗ് ബെൻ കാണാൻ പറ്റും. അപ്പുറം ഒരു പോയിന്റിലായിട്ട് നമ്മുടെ ലണ്ടൻ വീല് കറങ്ങുന്ന കാണാൻ പറ്റും. അതിന്റെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ട് കേട്ടോ. എന്താ ഭംഗിയെന്നറിയാമോ. അതിമനോഹരമായി. ഇത് പാർലമെന്റ് സ്ക്വയർ ആണ്. ഇതിൻ്റെ അത് പാർലമെന്റ് ആണെന്ന് നമുക്കറിയില്ല. ബട്ട് സംഭവം അടിപൊളിയാണ്. ഇപ്പൊ തന്നെ ഏകദേശം 3-3:30 കഴിഞ്ഞു. സമയം ഇരുട്ടി തുടങ്ങി കേട്ടോ. 3:30 കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഇരുട്ടി തുടങ്ങി. എന്റെ പൊന്നോ, ഇവിടുത്തെ കെട്ടിടങ്ങളുടെ ഭംഗിയെ കണ്ടാണല്ലോ. ഇവിടെ ബിഗ് ബെന്നിന്റെ ഒരു ബാക്കി ഭാഗങ്ങളുണ്ട്. അതിന്റെ മേളിലൊക്കെ സ്വർണ്ണം കൊണ്ടാണ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടെ മുമ്പോട്ട് വന്നപ്പോഴത്തേക്കും സെന്റ് മാർഗ്രറ്റ് സ്ട്രീറ്റ് എത്തി. എന്താണെന്ന് അറിയില്ല, പക്ഷെ നല്ല രസമാണ്. പള്ളിയാന്ന് തോന്നുന്നത്.
ഒന്നും അകത്തേക്ക് നമുക്ക് പോകുന്നില്ല. ഇവിടെ ഒരു കെട്ടിടമുണ്ട്, അതും ഒരു രക്ഷയില്ല. ഇതിന്റെ അകത്തേക്ക് നമ്മളെ വിടില്ലാന്ന് തോന്നുന്നു. ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗി. അതുപോലെ തന്നെ ഇവിടെ പൊതുവർ കോമിന്റെ ഒരു പ്രതിമയെ കണ്ട് ഇതിന്റെ കൂടെ കയറി പോകാൻ പറ്റുമെന്നാണോ അറിയില്ല. അപ്പൊ അങ്ങനെ നടന്നു ഇവിടെ എത്തി കേസ്. നമ്മൾ നടന്ന് ബിഗ് ബെന്നിന്റെ ഇപ്പുറത്തേക്ക് എത്തി. അവിടെ വന്ന് തന്നെ ഫ്രണ്ട് വശം കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ വന്നെയുമ്പോണ്ടല്ലോ ഇതിന്റെ വ്യൂവും കാര്യങ്ങളൊക്കെ. നമുക്ക് അതിൽ നിന്ന് തടിയെ പണിതാണത്, പക്ഷെ ഇത് ആക്ച്വലി കല്ലിലാണ് പണിതേക്കുന്നത്. ഇവിടെയൊക്കെ നോക്ക്, ഇവിടെ എൻ്റെ ഒരു ഇന്ത്യ വരുന്ന ഇവിടെയാണ്. ഇവിടെ ഇംഗ്ലണ്ടിന്റെ ഒരു പതാകയുണ്ട്. വ്യൂ എന്ന് പറഞ്ഞ സെറ്റ് വ്യൂ. അതുപോലെ ഇവിടെയൊക്കെ നല്ല അവർ മെയിൻറ്റെയിൻ ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് എന്തൊരു കെട്ടിടമുണ്ട്, അതും നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇതിന്റെ മേളില് സ്വർണ്ണം കേട്ടോ, സ്വർണ്ണം കൊണ്ടുള്ള പണിതൊക്കെ സ്ഥാനമാണ്. എന്നെ കണ്ട് ആരാന്ന് അറിയില്ല, പക്ഷെ നല്ല രസമാട്ടോ. ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് ഇനി അടുത്തടുത്തേക്ക് പോകാൻ കഴിയും. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്തടുത്തേക്ക്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് ടൂറിസ്റ്റ് ഗൈഡ് അതുപോലെ ലണ്ടനായി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം രാവിലെ പോയി തന്നെ എൻജോയ് ചെയ്യണം. പിന്നെ ഒരു പാർക്കുണ്ട് ഇവിടെ, അതും എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ.